2025 ബോട്ട് ഷോ, അതായത് 60ഓളം എക്സിബിറ്റേഴ്സ്, 100ഓളം സ്റ്റാളുകൾ, ഇതൊക്കെയാണ് ഈ കൊല്ലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വളരെ ക്രിസ്പായിട്ട് നമുക്ക് ഈ കൊല്ലത്തെ ബോട്ട് ഷോയിൽ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് എന്ന് നോക്കി കാണാം. ഇന്ത്യയിലെ ആദ്യത്തെ തവണയാണ് 3% റിവേഴ്സ് ഗിയർ ഉള്ള യമഹയുടെ ജെറ്റ് സ്കി. അതാണ് ഈ സാധനം, വേവ് റണ്ണർ. 1050cc ഫോർ സ്ട്രോക്കിലാണ് വരുന്നത്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റൊക്കെയാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലത്തേനേക്കാളും കുറച്ച് പ്രൈസ് കൂടി. കഴിഞ്ഞ പോലെ 24 ലക്ഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സാധനത്തിന് 24 എന്നൊക്കെ പലരും അത്ഭുതത്തോടു കൂടി ചോദിച്ചു. ഈ കൊല്ലം അത് പിന്നെയും കൂടിയിട്ടുണ്ട്. 27.5 lakhs ആണ്. ഇത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അതേപോലെ ഈ തവണ ബ്ലൂടൂത്ത് പെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. അതായത് മറൈൻ ഗ്രേഡ് സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് ബ്ലൂ കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ്. പിന്നെ 3 പേഴ്സൺ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലോങ് സീറ്റാണ്. അതേപോലെ സ്ട്രെച്ച് ഔട്ട് ചെയ്ത ഒരു ലോങ് ബോഡി വന്നിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ സ്പീഡിൽ കുറച്ച് കുറവുണ്ടാവും അല്ലേ? ഓൾമോസ്റ്റ് ലോഡഡ് ആകുമ്പോഴത്തേക്കും എല്ലാ സാധനത്തിൻ്റെയും പെർഫോമൻസ് ഒരു ഇച്ചിരി ഡ്രോബാക്ക് വരും. ഇതിൽ പ്രത്യേകം എടുത്ത് പറയാനുള്ള, പലരും ചോദിക്കും ഇതിന് എന്താ വില. ഞാൻ ഓൾറെഡി പറഞ്ഞു, 27.5 ലക്ഷം രൂപയാണ്. 27.5. ഇനി ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ മൈജോ യമഹ. എൻ്റെ മോള് ഭയങ്കര കൊറിയക്കാരുടെ ആരാധകരാണോ. അപ്പോൾ പുള്ളീനെയൊക്കെ കാണുമ്പോഴത്തേക്ക് കൊറിയക്കാരനെ കണ്ടോ എന്നൊക്കെ ചോദിക്കും. ഈ തവണ നമുക്ക് കൊറിയ എന്നൊരു വിങ്ങുണ്ട്. അതായത് സീ ഫസ്റ്റ് എന്ന് പറയുന്ന ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് സിസ്റ്റംസ് ആണ് ഇവർ ചെയ്യുന്നത്. അതായത് 20 ഹോഴ്സ് പവർ ഓട്ട ഹൈഡ്രോളിക്കിൽ നമുക്ക് സ്റ്റിയർ കൺട്രോൾ ചെയ്യാവുന്ന. ഇപ്പോൾ ഇവിടെ ഡെമോ വെച്ചേക്കുന്നത് അപ് ടു 350 HP വരെ സപ്പോർട്ട് ചെയ്യുന്ന ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. ഇത് ഫസ്റ്റ് ടൈം ഐ തിങ്ക് ഇൻ ഇന്ത്യ. വേറെ അധികം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ പെർഫോമൻസ് ബേസ്ഡ് ബോട്ടുകളിൽ ഫ്യൂൽ എഫിഷ്യൻസി ആൻഡ് സ്പീഡ് ഇൻക്രീസ് ചെയ്യിക്കാൻ എടുക്കുന്ന ഒരു സൂത്രപ്പണിയാണ്. അപ്പം നമുക്ക് പ്രൊപ്പല്ലർ സൈഡ് ഇങ്ങനെ കാലിബ്രേറ്റ് ചെയ്ത് എന്താ പറയുക, ഹൈറ്റ് നമുക്ക് സ്പീഡ് അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുക, അത് ഈവൻ ഇൻ റണ്ണിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എല്ലാവരും നോക്കി വെച്ചോ. ഇനി കൂടുതലായിട്ടൊക്കെ അറിയണമെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ റെഫർ ചെയ്താൽ മതി. ഫ്ലൈ ജാക്ക് ഫ്ലൈറ്റ്സ് എന്നൊക്കെയാണ് ഇതിന് വന്നത്. ഫ്ലൈ ജാക്ക് ഫ്ലൈറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് നെയിംഡ് ജെറ്റ് ഫ്ലൈസ്. ഓക്കെ, ജാക്ക് ഫ്ലൈസ്. ഓക്കെ, പലരും പല പേരിലാണ് പറയുന്നത്. അതിൻ്റെ ഒരു പവലിയനുണ്ട്. ഇത് ഐ തിങ്ക് വൺ ഇസ് എ ഹെവിയ ജാക്ക് ഫ്ലൈസ്. അത് കൊറിയയിലാണ്. ഓക്കെ അല്ലേ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ്. എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി, അതായത് വാട്ടർ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ലൈസൻസ് ആണ് എടുക്കേണ്ടത്, അതിനെടുക്കേണ്ട ലൈസൻസ് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് NIWSൻ്റെ ട്രെയിനിങ് സെഷൻ. അത് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗോവയിലാണ്. ഗോവ മാത്രമല്ല, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബൾക്ക് ഓഫ് ടീം ഉണ്ടെങ്കിൽ, അതായത് 12 പേരിൽ കൂടുതലുണ്ടെങ്കിൽ പാൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വന്ന് ഒരു ട്രെയിനിങ് സെഷൻ വിത്ത് ഇൻസ്ട്രക്ടർ വന്നിട്ട് ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയുക ലൈസൻസിങ് അത് ചെയ്തു കൊടുക്കുന്ന ഒരു ടീമാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ജെറ്റ് സ്കി, അതേപോലെ പാരാസെയിലിംഗ്, അതേപോലെ കയാക്കിംഗ് എന്ന് പറഞ്ഞാൽ കയാക്കിംഗ് ചെയ്യാനല്ല, ചെയ്യിപ്പിക്കാൻ. അതായത് നിങ്ങൾക്കൊരു വില്ലയോ അല്ലെങ്കിൽ ഒരു റിവർ സൈഡ് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടായിട്ട് 10 കയാക്ക് മേടിച്ചിട്ട് ഞങ്ങൾ കയാക്കിങ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ലൈസൻസ് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യണ്ട. കാരണം ഈ കയാക്കിങ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ കേസ് ഓഫ് എനി ആക്സിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്കും ബേസിക്കായിട്ട് കൊടുക്കുന്ന ഹെൽത്ത് കെയറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ട്രെയിനിങ് സെഷനിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇവൻ ബോട്ട് ലൈസൻസ് ആണെങ്കിൽ ആ ബോട്ട് ഓടിക്കാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷേ നമ്മളൊരു വാട്ടർ ആക്ടിവിറ്റി ആയിട്ട് വരുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് എന്താ പറയുക വെല്ലുവിളികളൊക്കെ വരാറുണ്ട്. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് കാഷ്വാലിറ്റി ഒക്കെ വരുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള ലൈഫ് സേവിങ് ടെക്നിക്സ് ഇതിന് വേണ്ടുള്ള പ്രോപ്പർ ട്രെയിനിങ്ങോട് കൂടിയുള്ള ലൈസൻസാണ്. അപ്പോൾ ഇനി ആരും തെറ്റിപ്പോകണ്ട. NIWS അതിലാണ്. അതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും തരാം, ഒന്ന് നോക്കിക്കോളും. ഇതിൽ മഷിയിൽ എഴുതിയേക്കുന്നത് മലയാളിയാണ്. അപ്പോൾ പുള്ളീനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാം. കേരളത്തിലുള്ളവരാണ് എൻ്റെ ബഹുഭൂരിപക്ഷം വീഡിയോയും കാണുന്നത്. അല്ലാതെ ഇനി കമ്പനിയായിട്ട് നേരിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള സിക്സിൻ്റെ പവലിയനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ മെയിൻ ഔട്ട്ബോർഡ് എൻജിൻസ് അത് ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്കും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ യൂസിനും കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാമറമാൻ ഒന്ന് തട്ടിയതാണ് ഇടയ്ക്ക്. ഇവരുടെ ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വരുന്ന ഒരു എഞ്ചിനാണ് 9.9 HP. ഇത് പണ്ട് ഞാൻ 1.5 ലക്ഷം രൂപയൊക്കെ മേടിച്ചാണ്. ഇപ്പോൾ 1,08,000 സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു EVS എപ്പിസോഡൊക്കെ നമ്മുടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏകദേശ ധാരണ കിട്ടും. കാരണം വീഡിയോ നമ്മൾ ക്രിസ്പും വളരെ ഷോർട്ടും ആക്കാൻ വേണ്ടിയിട്ട് ഈച്ച് ആൻഡ് എവരി എഞ്ചിൻ്റെ വിലയൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഒരു ഏകദേശം ഐഡിയ കിട്ടും. അതേപോലെ തന്നെ
വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ മോഡൽസാണ്. സുസുക്കിയുടെ എല്ലാം പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽസാണ്. അതിൽ ശരിക്കും എന്താ പറയുക, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള 4 സ്ട്രോക്ക് മാത്രമാണ് ഇവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവർക്ക് കൂടുതലായിട്ട് 2 സ്ട്രോക്ക് മീൻപിടുത്തക്കാർക്ക് അങ്ങനെയുള്ളവർക്കും എൻജിൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് 140 HP ഒരു എൻജിനാണ്. ഇതൊക്കെ ഭയങ്കര ഇൻഡസ്ട്രിയിൽ തന്നെ ഭയങ്കര പെർഫോമൻസ് ബേസ്ഡ്, അതായത് വാല്യൂ ഫോർ മണി എൻജിനാണ്. അതേപോലെ പെട്രോൾ സൈഡ് ആണെങ്കിൽ ഭയങ്കര എക്കണോമി ഉള്ള ഒരു എൻജിനാണ്. എല്ലാ കൊല്ലം ഞാനിത് പറഞ്ഞു എനിക്ക് തന്നെ നാളെ 2.5 HP തൊട്ട് 250 എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ച് പറഞ്ഞത്. അപ്പോൾ സാറ് തിരുത്തി 350 350 HP വരെയുള്ള എൻജിൻ ഇന്ന് കേരളത്തിൽ നമുക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് വാങ്ങാൻ കിട്ടും അല്ലേ? എഗെയിൻസ്റ്റ് ഓർഡർ ആയിരിക്കും അല്ലേ? എഗെയിൻസ്റ്റ് ഓർഡർ ഉണ്ടോ? 350 ഒക്കെ ഒരെണ്ണം താന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നാൽ കിട്ടില്ല, നേരത്തെ ബുക്ക് ചെയ്യണം. ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയല്ല, അവരുടെ പവലിയനിലാണ്. ഇവർ ചെയ്യുന്ന ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് സിസ്റ്റം, നമ്മൾ ബോട്ടിലൊക്കെ കാണില്ല സ്റ്റിയറിംഗ് സിസ്റ്റം, അതേപോലെ റിമോട്ടിൽ ആക്സസ് ചെയ്യാനുള്ള ഇത് ഗിയേഴ്സ്, റിമോട്ട് ത്രോട്ടൽ കൺട്രോൾസ് ആൻഡ് എവറിത്തിങ് ആൻഡ് സം അതർ തിങ്സ് ആർ കേബിൾസ്, അതായത് കൺട്രോൾ കേബിൾസ്, ആക്സിലറേഷൻ ആൻഡ് ത്രോട്ടൽ കേബിൾസ്, എവറിത്തിങ്. ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഹൈഡ്രോളിക് അല്ല, എല്ലാം മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ചീപ്പർ ദാൻ other international brands. Of course, yes, this is made in India, so made in India, you can save a lot of custom duty and everything. And all. And this all are comes under in marine grade. Yes, marine grade. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. മറൈൻ ഗ്രേഡിലാണ് വരുന്നത്. അപ്പോൾ തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതേപോലെയുള്ള ഏത് സാധനങ്ങളാണെങ്കിലും മറൈൻ ഗ്രേഡിൽ വരുള്ളൂ, അല്ലാതെ മാർക്കറ്റിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. മെയിനായിട്ട് കൺട്രോൾ കേബിൾസ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഇപ്പോൾ സുസുക്കിയിലായാലും യമഹയിലായാലും എല്ലായ്പ്പോഴും അത് തന്നെ മേടിക്കണമെന്നില്ല. പിന്നെ യു ഹാവ് കസ്റ്റമൈസേഷൻ ഫോർ ദ കേബിൾസ്. Yes, okay. According to the customer requirement. For the house boats and all. Yes, okay. According to the length of the boat. ബോട്ടുകളുടെ ലെങ്ത് അനുസരിച്ച് ടോട്ടൽ കേബിള്, അതേപോലെ തന്നെ ഈ നമ്മുടെ സ്റ്റിയറിംഗ് ബോർഡിൽ നിന്ന് വരുന്ന ഈ കേബിൾസ്, ഇതൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് ഒരു എക്സാക്ട് ലെങ്ത് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. നമുക്ക് ഇതിന് ഒരുപാട് പ്ലേ ഒന്നും ഇടാൻ പറ്റില്ല, ഒരുപാട് എക്സ് വന്നത് ഇങ്ങനെ ചുറ്റി വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എക്സാക്ട് ലെങ്ത്തിനുള്ളത് ഈ ദേ വിൽ കസ്റ്റമൈസ്. നമ്മുടെ ഇന്ത്യൻ ബേസ് കമ്പനിയാണ്, മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇപ്പം നിൽക്കുന്നത് ഏരിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്, അതായത് ഷാർജ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സർവീസ് കൊടുക്കുന്ന കമ്പനിയാണ്. മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് എയിംറിൽ നമ്മൾ കൊടുക്കുന്നത്. ഈ കോഴ്സുകൾ ഇൻ ഇന്ത്യ ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻ ഷാർജ? അല്ല, നമ്മൾ UAE ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാം. കൊച്ചിയിലാണ് നമ്മുടെ ഇതിന്റെ ഓഫീസ് വരുന്നത്. ഏറ്റവും ഷോർട്ട് ടൈം കോഴ്സ് ഏതാണ്? 6 monthsന്റെ ഒക്കെ കോഴ്സ് ഒക്കെ വരുന്നുണ്ടോ? ഓഡിറ്റിംഗ് കോഴ്സുകൾ വരുന്നുണ്ട്. അത് 5 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. മെയിൻലി നമ്മൾ മറൈൻ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസൈനിങ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, UT ഗേജിങ്, അങ്ങനെ ഒരുപാട് സർവീസുകൾ നമ്മൾ മറൈൻ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, തിയേറ്റേഴ്സ് ഉണ്ട്, 3D തിയേറ്റർ എല്ലാം ഉണ്ട്. സോ 26 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്കുള്ളത്. കൊച്ചിയിൽ നിങ്ങൾക്ക് കൊച്ചിയിൽ ഒരു കമ്പനിയുണ്ട്, തൃക്കാക്കരയിൽ ഒരു കമ്പനിയുണ്ട്. ഡയറക്റ്റ് വാക്കിംഗ് ചെയ്തിട്ട് കാക്കനാടാണ് എയിംറി വരുന്നത്. അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം തൃക്കാക്കര വരുന്ന ഓഫീസിൽ നമ്മൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ആണ് ഉള്ളത്. ഇനി ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള കുട്ടികൾക്ക് ശരിക്കും ഇവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. കൂടുതൽ റിസർച്ച് സ്വന്തമായിട്ട് തന്നെ ചെയ്യുക, എന്നിട്ട് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിച്ചെടുക്കുക. അപ്പോൾ അവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ ഒന്ന് നോക്കിക്കോ. ഐ തിങ്ക് ദേ ഹാവ് ലോട്ട് ഓഫ് ബ്രാഞ്ചസ് ഇൻ ഓൾ ഓവർ ഗ്ലോബലി. ഐ തിങ്ക് മോർ ദാൻ 20-25 കൺട്രീസ്, 29 കൺട്രീസിലുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യാം. സെൽസർ പോളിമേഴ്സിൻ്റെ അതായത് ഫ്ലോട്ടിംഗ് ജെട്ടീസാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുന്ന ജെട്ടി സാധനങ്ങളില്ലേ, ജെട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് തെറ്റിപ്പോകരുത്. അതായത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന നമ്മുടെ ബോട്ടിൻ്റെ യാർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പോളിമേഴ്സിൻ്റെ ഒരു കമ്പനിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ കേരള. കേരളയാണോ? കേരളത്തിൽ എവിടെയാണ്? തൃശ്ശൂർ. സെൽസർ എന്നാണ് ഇവരുടെ കമ്പനി. ഞാനിതൊരു ഗുജറാത്ത് അഹമ്മദാബാദ് കമ്പനിയാണെന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ അല്ല, നമ്മുടെ സ്വന്തം തൃശ്ശൂരിലുള്ള കമ്പനിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂരിൽ നിന്നുള്ള കമ്പനിയാണ്. കഴിഞ്ഞ കൊല്ലം ഇവരുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മിസ്സാക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ തൃശ്ശൂരിലുള്ള ഒരു പോളിമർ മാനുഫാക്ചറാണ്. ഏകദേശം വില പറയാം, 1 മീറ്റർ സ്ക്വയറിന് ഏകദേശം 10,000 രൂപ. അതായത് ഈ 4 കട്ട കയറുന്നതല്ലേ,
അത് 1 മീറ്റർ സ്ക്വയറിനേക്കാൾ ഇച്ചിരി കൂടി കൂടുതലുണ്ടാവും. 3.5 മീറ്റർ സ്ക്വയറാണ് ഇത്രയും കിടക്കുന്നത്. 1.5 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു 35,000 രൂപയുടെയാണ് സാധനം കിടക്കുന്നത്, ഇൻക്ലൂഡിങ് ഈ പറയുന്ന ഹാൻഡ് റെയിൽസും എല്ലാം കൂടി വരുമ്പോൾ. അതായത് ഫൈബർ ഗ്ലാസിൻ്റെ റോ മെറ്റീരിയൽസ് ആണ്, അതായത് ഗ്ലാസ് ബോൾസ്, അതേപോലത്തെ അതിൻ്റെ റെസിൻസ്, ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന കേരള ബേസ്ഡ് ഒരു കമ്പനിയുടെ ഒരു പവലിയനിലാണ് നിൽക്കുന്നത്. അതായത് ഈ ബോട്ടിൻ്റെയൊക്കെ ഹള്ളൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ഹള്ള് ഇതേപോലെയുള്ള സാധനങ്ങൾ, അത് എന്താ പറയുക 2 ടൈപ്പ് ഓഫ് എന്താ പറയുക കോമ്പോസിറ്റ്സ് യൂസ് ചെയ്ത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ ഡെമോയാണ് ഇവർ വെച്ചേക്കുന്നത്. ഇവരുടെ ജെൽ കോട്ടിൻ്റെയൊക്കെ ഫിനിഷൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾ, അതായത് മാനുഫാക്ചേഴ്സിനാണ് കൂടുതൽ. പിന്നെ മെയിൻ്റനൻസ് ആവശ്യങ്ങളൊക്കെ വരുമല്ലേ, പൊട്ടിപ്പോയ ബോട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവർക്ക് കോട്ടയം, തൃശ്ശൂർ, കാലിക്കറ്റ്, കാസർഗോഡ്, കോയമ്പത്തൂർ എല്ലായിടത്തും ഔട്ട്ലെറ്റ്സ് ഉണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഷാരോൺ എഞ്ചിനീയറിംഗ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇത് എന്തിനാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇവിടെ ട്രജറിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഫിഷ് റിലേറ്റഡ് സർവേ ചെയ്യുന്ന ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവർ ചെയ്യുന്ന കർമ്മങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷർമാന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫിഷ് റിലേറ്റഡ് ഫിഷ് മൈഗ്രേഷൻ, അല്ലെങ്കിൽ ഫിഷിൻ്റെ അവൈലബിലിറ്റി, അതേപോലെ എന്താ പറയുക സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് പറയുന്ന പേര് ഫിഷ് സർവേ ഓഫ് ഇന്ത്യ, മറൈൻ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, IFP റോഡ്, പള്ളിമുക്ക്. ഇവരുടെ വേറെ കുറച്ച് സർവീസസ് ഉണ്ട്. ആ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് വെസൽസിൻ്റെ ഡോക്കിംഗ് യൂണിറ്റ്. നമുക്ക് ചെറിയ ബോട്ടുകൾ പോലും ഡോക്ക് ചെയ്യാൻ ഇവിടെ ഒരുപാട് ആൾക്കാർ, ബോട്ടുകളൊക്കെ ഉള്ളവർ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വലിയ ഹൗസ് ബോട്ട് പോലെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോഴേക്ക് ശരിക്കും ഇതേപോലെ ഡോക്കിംഗ് യൂണിറ്റ് വേണം. നമുക്ക് ഇവിടെ ഫൈനാൻസ് ഹാളിൻ്റെ അടുത്ത് MG റോഡിൻ്റെ സൈഡിൽ തന്നെ ഇവർക്കൊരു ഡോക്കിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ കുമരകത്തൊക്കെ ഉള്ള കുറേ ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ പ്രയോജനപ്പെടാം. ഇതേപോലെ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഷിപ്പ് ബോട്ടുകൾ, വലിയ ക്രാഫ്റ്റുകൾ, ഇതൊക്കെ ഡോക്ക് ചെയ്യാനുള്ള പ്രോപ്പർ, അതായത് ഷിപ്പ് യാർഡിലുള്ളതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം. ഇൻഫ്ലൈറ്റബിൾ ലൈഫ് ക്രാഫ്റ്റുകളുടെയൊക്കെ സർവീസ് സ്റ്റേഷനും ഇവർ ചെയ്യുന്നുണ്ട്. അതായത് ഇയർ ഓൺ ഇയർ പീരിയോഡിക്കൽ മെയിൻ്റനൻസ്, CO2 ചാർജിങ് എക്സെട്ര, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ്. ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. പ്രൊഫഷണൽ കയാക്സ് ആണ്. ഫീൽ ഫ്രീ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മുടെ ഇവിടെ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ്. ദ ഫസ്റ്റ് വൺ കംസ് വിത്ത് I think 62,000 സംതിങ് ആണ്. 2 പേഴ്സൺ കയാക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൺ റിക്രിയേഷണൽ ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്യുന്നതാണ്. സെക്കൻഡ് വൺ I think പുറത്ത് ചീപ്പസ്റ്റ് സൈഡാണെന്ന് തോന്നുന്നു, 40 സംതിങ് അങ്ങനെ ഏതാണ്ടാണ്. ഇതാണ് ശരിക്കും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കയാക്ക്. ഇത് ശരിക്കും ഒരു ഫിഷിംഗ് കയാക്കാണ്. ശരിക്കും ഫ്ലാറ്റ് ഫൂട്ടഡ് ആയിട്ട് ഇരിക്കാവുന്ന സാധനം വിത്ത് ലോട്ട് ഓഫ് ഹാച്ചസ്. പിന്നെ ഇതിൻ്റെ ഒരു സെൻട്രൽ പോർഷൻ ഒരു ഹാച്ചൊക്കെ വരുന്നത്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഫീൽ ഫ്രീ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കയാക്സ് ആണ്. കയാക്ക് SUPs അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. കോൺടാക്ട് ചെയ്യാം. സെയിൽ സൈസ് മറൈൻ്റെ കുറച്ച് ഫങ്കി ആയിട്ടുള്ള, അതായത് നമ്മൾ ഗോവ അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പുള്ളി ചെയ്ത് ബോട്ടയിൽ വെച്ചിട്ട് ചെയ്യുന്ന കുറേ ഫൺ ആക്ടിവിറ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, കുറച്ച് ചെറിയ സൈസിലുള്ള റെസ്ക്യൂ ബോട്ടുകളൊക്കെയാണ്, ഇൻഫ്ലൈറ്റബിൾ ബോട്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഷോ കഴിയാറായത് കാരണം പലതും പാക്കിങ്ങിൻ്റെ തിരക്കിലാണ്. പിന്നെ വളരെ ചെറിയ പ്രൈസിൽ വരുന്ന ഗ്യാസോലിൻ എൻജിൻസൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എക്കോടെക് എന്ന് പറഞ്ഞ കൊച്ചി ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഇവർ ചെയ്യുന്നത് വാട്ടർ സെപ്പറേറ്റേഴ്സ്. വാട്ടർ സെപ്പറേറ്റേഴ്സിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലിലൊക്കെ മോയ്സ്ചർ കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി ഫോം ചെയ്യും. അത് മഴ പെയ്തിട്ടൊന്നും വേണ്ട. അതായത് വെയിലത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് മറൈൻ സെക്ടറിലെ ഒട്ടുമിക്ക ബോട്ടുകളും. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഓട്ടോമേഷനിൽ തന്നെ ഈ എന്താ പറയുക മോയ്സ്ചർ ഫോം ചെയ്തിട്ട് അത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് വരും. അത് എഞ്ചിനിലേക്ക് പോയി കഴിയുമ്പോൾ എഞ്ചിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാട്ടർ സെപ്പറേറ്റേഴ്സാണ് ഡീസലിൽ. അതായത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. വാട്ടർ സെപ്പറേറ്റേഷൻ നടക്കുകയാണ്. സെപ്പറേറ്റ് ചെയ്യുന്ന വാട്ടറിന്റെ താഴെ വന്ന് കിടക്കും. ഇത് ഇലക്ട്രിക്കലി അല്ല, ഇത് ഒരു അലാമിന് വേണ്ടിയാണ്. വാട്ടർ സെൻസറാണ്. വാട്ടർ സെൻസറാണ്. അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് താഴത്തുനിന്ന് നമുക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ അവരുടെ കോണ്ടാക്റ്റാണ്. നമുക്ക് പല സാധനങ്ങൾ, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന മറൈൻ ഗ്രേഡ് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, വുഡ് ടു ഫൈബർ ഗ്ലാസ്, വുഡ് ടു വുഡ്, അതേപോലെ ഇത് ഭയങ്കര തിക്കായിട്ട് ബോണ്ടിങ് വരുന്നുണ്ട്. അതേപോലെ അലൂമിനിയം ടു അലൂമിനിയം,
അതായത് അയൺ ടു അലൂമിനിയം, അലൂമിനിയം ടു ഫൈബർ ഗ്ലാസ്. അതായത് എനി ടൈപ്പ് ഓഫ് 2 ഡിഫറെൻറ്റ് എന്താ പറയുക മെറ്റീരിയൽസിനെ ഇവർക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. US മെയ്ഡ് പ്രൊഡക്റ്റാണ്, പക്ഷേ ഇന്ത്യയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നാസിക് മുംബൈയിലാണ് ഇത് എന്താ പറയുക മാർക്കറ്റിംഗ് ഡിവിഷൻ. പക്ഷേ ഇത് 200 ml ഓൾമോസ്റ്റ് 2500 വരുന്നുണ്ട്. ഇതിനൊക്കെ ഇത്രയും കോസ്റ്റ് വരാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞാൽ മറൈൻ ഗ്രേഡ് ആപ്ലിക്കേഷൻസൊക്കെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ കോൺടാക്റ്റ് ഒരുപാട് പേര് തപ്പി നടക്കുന്നതാണോ ഇതേപോലെ എന്ത് സാധനം മറൈനിൽ ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും അത് ലൈഫ് കിട്ടുന്നില്ല, സ്പാൻ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് ഈ കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. ഇത് മറ്റേ നൊവാൾട്ടിൻ്റെ സ്റ്റോളാണ്. നൊവാൾട്ട് എന്ന് പറഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ബോട്ടുകൾ, അതായത് ഇലക്ട്രിക് പവേർഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന വിത്ത് ദ സപ്പോർട്ട് ഓഫ് സോളാർ, അവരുടെ കുറേ സക്സസ്ഫുൾ പ്രോജക്റ്റുകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. കൂടുതലായിട്ട് ഗവൺമെൻറ് പ്രോജക്റ്റുകളൊക്കെ ഉള്ളത്. ഗവൺമെൻറ് പ്രോജക്റ്റുകൾ, ഫെറി ടു ഫെറി സർവീസ്, അങ്ങനെയൊക്കെ ഉള്ള ബിഗ് വെസൽസ് ആണ്. കുറച്ച് എനിക്ക് തോന്നുന്നത് ഏറ്റവും ചെറിയ വെസൽസ് തന്നെ 10-20 പേരൊക്കെ ടൂറിങ് ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ കേരളത്തിൽ തന്നെ ടൂറിസം മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഇതാണ് ഏറ്റവും ബിഗസ്റ്റ് വെസൽ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. മാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഇലക്ട്രിക്കൽ OBMൻ്റെ ഒരു പവലിയനിലാണ്, ഒരു സ്റ്റോളിലാണ്. ഇത് AI പവേർഡ് ആണെന്നാണ് അവർ പറയുന്നത്. AI പവേർഡ്. പിന്നെ അതേപോലെ തന്നെ അപ് ടു how many HPs you have? 40 HP readily available. From 5 HP to 40 HP വരെയാണ് റെഡിലി അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. AI പവേർഡ് മീൻസ് how it works? It optimizes the torque based on the flow of the current of the water. So we can control the boat speed consistent. No, the AI will automatically control the torque of the motor, so that the battery, only that much battery is consumed, which is required. And extra battery is not consumed, so it increases the battery's endurance. Okay. 6000 RPM പോകുന്നതാണ് പറഞ്ഞത്. അതൊരു ഇലക്ട്രിക് പവേർഡ് എഞ്ചിന് 6000 RPM മീൻസ് ഇറ്റ്സ് വെരി ഹയർ ഐ തിങ്ക്. ക്യാൻ യു ഷോ വൺ ഡെമോ? അപ്പോൾ 6000 RPM പോകുന്നു. ത്രോട്ടൽ. ഓക്കെ. Immediate torque ആണല്ലേ? We will get the torque very fast. Acceleration With this motor, for a 2-ton load, it gives up to 12 knots. Okay. The speed, and it has the reverse mode also. Now it is going reverse. Also, it has inbuilt GPS. And what about the cooling? This is inland water. This is air cooled. But the Seaver the motor comes with a water cooled with the Impella. Yes, and all the system is IP67. 67. Okay. These covers and all the things are you are customized by yourself. Yes. Or this one is a prototype. This is a prototype. Okay. This is a prototype, and it has been designed by us. Okay. Production model will be much far better than this. It will be far better. Okay. Somewhat similar to Tokido. No, not similar. The pattern is It somewhat. will look more beautiful. That is the thing. അപ്പോൾ ഇതാണ്. And their contact details are this one. Okay.